I'm proud of the duty. The best duty in my life is the oxygen supply. I did it for the COVID patients. Okay. Not a single human being died in Kerala because of lack of Oxygen. that. I was the nodal officer for that. Okay. So that's the proudest moment. ഡിമാൻഡ് എങ്ങനെയായിരുന്നു ആ സമയത്ത്? ഓക്സിജൻ ഡിമാൻഡ്? ഓക്സിജന്റെ ഡിമാൻഡ് ഭയങ്കരമായിരുന്നു. കേരളത്തിലാണ് ആദ്യത്തെ കോവിഡ് പേഷ്യന്റിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ. അന്ന് തൊട്ട് അതൊരു രസകരമായ കഥയാണ് അതെനിക്ക് പറയാനുള്ളത്. ഞാനും എൻ്റെ വൈഫുമായിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ഷീസ് എ ഡോക്ടർ. സോ വി വർ ഡിസ്കസിങ് അബൌട്ട് കോവിഡ്. എൻ്റെ സൈഡിലൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഐ വാസ് ജസ്റ്റ് സെർച്ചിങ്. ഇറ്റലിയിൽ അന്ന് പലരെയും കോവിഡിന് മരിക്കുന്നു. അന്നേരം അതിനകത്ത് ഒരു റിപ്പോർട്ട് വരുന്നു, ഇറ്റലിയിലുള്ള ഓൾഡ് പേഷ്യൻസിൽ നിന്നും ഓക്സിജൻ മാസ്ക് യങ്സ്റ്റേഴ്സിലേക്ക് കൊടുക്കുന്നു. വി ആർ അലവിങ് ദ ഓൾഡ് പേഷ്യൻസ് ടു ഡൈഡ് എന്ന്. സോ ദാറ്റ് വാസ് വൺ ഓഫ് ദി ടച്ചിങ്. ഐ വാസ് ജസ്റ്റ് റീഡിങ് ഇറ്റ് ആൻഡ് ഞാൻ ലഞ്ചും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ക്രോൾ ചെയ്യുന്നുണ്ട് ഞാൻ ജസ്റ്റ് റീഡിങ് ഇറ്റ് ആൻഡ് ഐ ഫിനിഷ് ദ ലഞ്ച് ഡിന്നർ വെരി ഫാസ്റ്റ് ആൻഡ് ഐ വെൻ ടു മൈ റൂം ടു വെരിഫൈ ദാറ്റ് വൺ. അത് എന്നിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് ഐ ജസ്റ്റ് കെയിം ബാക്ക് ടു മൈ വൈഫ് ആൻഡ് ആസ്ക്ഡ് ഇഫ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ കേരള ഓക്സിജൻ്റെ ഡേ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ എന്ന് ഷീ റിപ്ലൈ ടു മീ. ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസമാണ് അപ്പോൾ കോവിഡ് പ്രശ്നം തൃശ്ശൂരിൽ ഒരാൾക്ക് ഉണ്ടെന്ന് കിട്ടുമെന്ന് തോന്നുന്നു. സോ ദെൻ ഐ വെൻ ബാക്ക് ടു മൈ കമ്പ്യൂട്ടർ. ഐ ജസ്റ്റ് honestly it's been touchwood. That is God's grace I am telling you. I wrote a letter to all the oxygen filling plants in Kerala. 21 ഫില്ലിംഗ് പ്ലാന്റ്സ് ഉണ്ട്. അന്ന് ഞാനൊരു മെയിൽ എഴുതുകയാണ്. എന്താണെന്നറിയില്ല, അതെൻ്റെ മനസ്സിൽ അങ്ങനെ വരികയാണ്. അപ്പോൾ ദാറ്റ് വാസ് ദി ഫസ്റ്റ് ലെറ്റർ ഇൻ ഇന്ത്യ. ഐ എം ടെല്ലിങ് യു. No other state government has decided that. I wrote a letter writing to all oxygen filling plants in Kerala. You have to be, you know that the oxygen demand may increase in the coming days. So you have to prepare yourself for percentage of capacity utilization of your plant. If you have stopped some of the equipments or cylinders you didn't have, please procure the same and see that the oxygen production should be increased. Any difficulty in that one should be reported to me, because all the oxygen plants are licensed by PESO. Okay. So അതിൻ്റെ ഫില്ലിങ്, അതിൻ്റെ സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ all controlled by PESO. Okay. So PESO is the regulatory authority in Kerala or any state for the oxygen. So സാർ അന്ന് എന്ത് പൊസിഷനിലിരിക്കുന്നു? ഞാൻ ഹെഡ് ഓഫ് കേരളയാണ്, ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പോസ്. I sent a letter to mail to all the filling plants of oxygen and said that the next day morning we will have a meeting, online meeting എന്ന് പറഞ്ഞു. അന്ന് ആദ്യമായിട്ട് ഓൺലൈൻ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സൂം മീറ്റിംഗ് ആയിരുന്നു അന്ന്. ആദ്യമായിട്ടാണ് ഞാൻ സൂമിൻ്റെ ഒരു എങ്ങനെ ചെയ്യണമെന്ന് പോലും ഞാൻ എടുക്കുന്നത്. ഐ സെൻറ്റ് എ ലെറ്റർ സ്റ്റേറ്റിംഗ് ടു ഓൾ ദി പീപ്പിൾ. നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ 12:30 ഞാൻ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അന്നേരം ഭയങ്കര സൗണ്ടാണ്, പലർക്ക് മ്യൂട്ട് ചെയ്യാൻ അറിയത്തില്ല, ചിലർ കുഞ്ഞുങ്ങൾ കരയുന്ന കേൾക്കാം. അവരുടെ സൺഡേ ഹോളിഡേ ആയിരുന്നു. സോ ഐ കണ്ടക്റ്റഡ് എ മീറ്റിംഗ് ബിറ്റ്വീൻ ദം ആൻഡ് ആസ്ക് ദെയർ പ്രോബ്ലംസ്. എന്താ നമുക്ക് ചെയ്യാൻ നോക്കുക. ദാറ്റ് വാസ് ദി ഫസ്റ്റ് വൺ. എന്നിട്ട് അവരെല്ലാം സഹകരിച്ചു. ചിലരൊക്കെ പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികളുണ്ടായിരുന്നു ഓക്സിജൻ, അവരെല്ലാം തുറന്നു കൊണ്ടുവന്നു. അവർക്കെല്ലാം ഞാൻ പറയാണ്, അറ്റ് ദി എൻഡ് ഓഫ് ദി കോവിഡ് they made maximum profit, the oxygen companies, because പലരും നഷ്ടം വന്നതെല്ലാം പുനരുജ്ജീവിക്കുക. എനിക്ക് തൃശ്ശൂർ ഒരു വിഷ്ണു എന്നൊരു ചെറുപ്പക്കാരൻ്റെ പ്ലാന്റ് ഉണ്ടായിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവൻ നഷ്ടത്തോടെ നഷ്ടമായിരുന്നു. അവനൊക്കെ സർവൈവ് ചെയ്തത് ഈ സമയത്താണ്. അവൻ പാവം പിടിച്ചൊരു പയ്യനായിരുന്നു. ആ പയ്യനൊക്കെ വളരെയധികം അന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരാളാണ് ആന്റണി എന്നൊരു ഓക്സിജൻ ഫില്ലർ ഉണ്ടായിരുന്നു, മനോരമ ഗ്യാസ്. ഹി ഡൈഡ് ലാസ്റ്റ് ഇയർ, ഒരു 2 വർഷം മുമ്പ്. അയാളൊക്കെ എന്നെ എത്രമാത്രം സഹായിച്ചെന്നറിയോ, ഓക്സിജൻ സപ്ലൈക്കായാലും. പിന്നെ കോഴിക്കോട് ഒരു പ്രജിത്ത് എന്ന് പറഞ്ഞു, ഗോവിന്ദ് ഓക്സിജൻ. ഇവരൊക്കെ ചത്ത് വർക്ക് ചെയ്തു ഇവരൊക്കെ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വയനാട്ടിൽ നിന്ന് എനിക്കൊരു കോള് വരികയാണ്, വി നീഡ് ഓക്സിജൻ സിലിണ്ടേഴ്സ്. അത് ഫാർ ഇൻറ്റീരിയർ ഹോസ്പിറ്റലിൽ നിന്ന്. I asked this Govind Oxygen project to supply to there. And they went with the cylinders and delivered at the farthest point of the district. അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി
Still remember one Roy in Trivandrum Medical College, a doctor in charge of the hospital, oxygen supply. This man ഒരു ക്രേസി ആയിരുന്നു. അയാൾ എന്നെ ഒരു ദിവസം ഒരു 15 തവണ വിളിക്കും. ബിക്കോസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിക്വിഡ് ഓക്സിജൻ വെസൽ ഹാഫ് ആയാൽ ഹീസ് ടെൻസ്ഡ് അപ്പ്. അയാൾക്ക് ടെൻസ്ഡ്. കാരണം ദ മാക്സിമം പേഷ്യൻസ് ഓഫ് കോവിഡ് പേഷ്യൻസ് ഇൻ ഇന്ത്യ വാസ് ഇൻ കേരള വാസ് ഇൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. അപ്പോൾ അവിടുന്ന് അവർ വിളിയും എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം സാറേ, ഇവിടെ കുറയുന്നു, പ്ലീസ് സീ ദാറ്റ് യു ആർ സപ്ലൈയിങ് ഓക്സിജൻ നെക്സ്റ്റ് ഡേ. അപ്പം നമ്മൾ ഈ ബൾക്ക് വരുന്നവരെ എല്ലാം റെഗുലേറ്റ് ചെയ്യുക. അപ്പോഴത്തെ കേരള ഗവൺമെൻറ്റും ഒരു സെല്ലുണ്ടാക്കി ഓക്സിജൻ സപ്ലൈയുടെ. അപ്പോൾ അവരുമായിട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ദർ ആർ കേരള മെഡിക്കൽ സപ്ലൈ ചെയ്യുന്ന ഒരു വിങ്ങുണ്ട് കേരള ഗവൺമെൻറ്. ഒരു ഡോക്ടർ ദിലീപ് ആയിരുന്നു അതിൻ്റെ ചാർജ്. അവരൊക്കെ എപ്പോഴും ഓർക്കണമെന്ന് കാണാം. ഇവരെല്ലാം എപ്പോഴും ഞങ്ങൾ കോർഡിനേറ്റഡ് ആക്ടിവിറ്റി ആയിരുന്നു. ഇവരൊക്കെ നല്ല പ്രവർത്തനമായിരുന്നു നടത്തിയത്. ഓക്സിജൻ സപ്ലൈക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഡോക്ടർ ദിലീപൊക്കെ. അവർ എന്നാലും ഈ റോയിയെ എനിക്ക് എപ്പോഴും മറക്കാനൊക്കത്തില്ല. ബിക്കോസ് ദിസ് മാൻ വാസ് നമുക്കൊരു എന്താ പറയുക പെസ്റ്റ് പോലെ ആയിരുന്നു അദ്ദേഹം. ബട്ട് ഹി വാസ് സോ സിൻസിയർ ആയിരുന്നു അവർ. കാരണം തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പുള്ളിക്ക് അത്രയധികം സിൻസിയറിറ്റി കാണിക്കണ്ട. അവരൊക്കെ ഹാർഡ് കോർ ഡോക്ടേഴ്സാണ്. എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ ഉടനെ ഇവർ വിളിക്കും. സോ വി വാണ്ട് നീഡ് ഓക്സിജൻ. അപ്പോൾ ഇതെല്ലാം ബൾക്ക് സപ്ലൈസുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇനോക്സ് എന്ന് പറഞ്ഞ പാലക്കാട് ഒരു കമ്പനിയുണ്ട്. അവരാണ് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. അവരുടെ പ്ലാൻ മാനേജർ എന്നും രാവിലെ റിപ്പോർട്ട് ചെയ്യണം. ഓരോന്നും അവിടുന്ന് വിടുമ്പോൾ എന്നെ അറിയിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കോർഡിനേറ്റേഷൻ വാസ് എ ബിഗ് ജോബ്. ദാറ്റ് ആ സമയത്താണ് തൃശ്ശൂർ പൂരത്ത് ഒരു ഇത് വരുന്നത്. എന്നാലും ചോദിക്കൂ. അപ്പോൾ ഞാൻ വൈരുദ്ധ്യല്ലേ അത്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല എൻ്റെ പ്രശ്നങ്ങൾ. അതാണ് എൻ്റെ ഓഫീസർ അവിടെ ഉണ്ട്, ലെറ്റ് ഹിം ടേക്ക് എ ഡിസിഷൻ എന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള അതായിരുന്നു ഏറ്റവും 1-2 വർഷത്തെ പ്രവർത്തനം. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു എന്താ പറയാ സ്കേഴ്സിറ്റി വന്നിട്ടേ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം ഞാൻ എൻ്റെ ജീവിത കഥ എഴുതി വരികയാണ്. അതിലേക്ക് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ കാരണം ഇതൊക്കെ എല്ലാം റിപ്പോർട്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതുപോലൊരു ചിലപ്പോൾ ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞായിരിക്കും ഇതുപോലൊരു വരുന്നത്. അപ്പോൾ അതൊക്കെ അത് റെഫറൻസ് ആയിട്ട് വേണം എന്നുള്ളത് കൊണ്ട് വി ഹാവ് റെക്കോർഡഡ് ഇറ്റ് എവരിത്തിങ്, ഹൗ വി മാനേജ് ദ ഓക്സിജൻ സപ്ലൈ ഡ്യൂറിങ് ദ കോവിഡ് ടൈം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഒരു ഇൻസിഡൻസ് എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു ദിവസം എനിക്കൊരു രാത്രിയിൽ ഒരു 11-12 മണിയായപ്പോഴാണ് എനിക്ക് ആ കോള് വരുന്നത്. ഒരു വിജയരാഘവൻ എന്ന് പറഞ്ഞ ആലുവയിൽ അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകനാണ്, ബേബിച്ചേട്ടൻ എന്നാണ്. ഞങ്ങൾ 70-80 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഒരു കോള് വരുന്നു, വേണം സാറേ ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ 11:30 10:11 ഞാൻ എന്താ ഉപയോഗിച്ചേട്ടാ എന്ന് ചോദിച്ചു ഞാൻ. അപ്പം പറഞ്ഞു, സാറേ കാനറ ബാങ്കിലെ ഒരു സീനിയർ മാനേജർ കോയമ്പത്തൂർ അടുത്ത് ഒരു ഹോസ്പിറ്റലിൽ കോവിഡ് പിടിച്ച് കിടക്കുകയാണ്. ആ ഹോസ്പിറ്റലിൽ ഓക്സിജൻ സപ്ലൈക്ക് സിലിണ്ടർ ഇല്ല, ഓക്സിജൻ കിട്ടുന്നില്ല, സാറിനൊരു 2 ഓക്സിജൻ സിലിണ്ടർ അവിടെ എത്തിക്കാനൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടാ, ഞാൻ കേരളത്തിൻ്റെ ചുമതലയാണ്, ഞാൻ തമിഴ്നാട് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിൽ അവിടെ എത്തിക്കാൻ ഒക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന് ഞാൻ അവിടെ ഒരു പ്ലാന്റിൻ്റെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഔദ്യോഗിക ജീവിതം ചെന്നൈയിലായിരുന്നു. അപ്പോൾ അയാളുടെ നമ്പർ ഞാൻ പതുക്കെ തപ്പിയപ്പോൾ കിട്ടി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയാണ്. രാത്രി 11 ഒറ്റ ബില്ലിന് അങ്ങനെ ഫോൺ എടുത്തു. ബിക്കോസ് ഹി ഹാസ് സേവ്ഡ് ഹിസ് ഫസ്റ്റ് ലൈസൻസ് വാസ് ഗിവൺ. സോ അദ്ദേഹം പറഞ്ഞു, വേണം സാറേ എന്താ വിളിക്കുന്നത്? സോ ഞാൻ പറഞ്ഞു, ഇതാണ് കാര്യം. അതിനെന്താ സാർ? സാറാണ് എൻ്റെ ഫസ്റ്റ് ലൈസൻസ് തന്നത്, ഇന്ന് എനിക്ക് 7 പ്ലാന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഐ റിമെമ്പർ ഇറ്റ്സ് വിൽ യു പ്ലീസ് സപ്ലൈ സം സിലിണ്ടേഴ്സ് എന്ന് ചോദിച്ചു. എന്നാ സാർ എന്താ മാതിരി ചൊല്ലുന്നത്? നമ്മൾ കൊടുത്തിരിക്കും സാർ ചൊല്ലിയതല്ലേ എന്ന് പറഞ്ഞു. ഓക്കെ താങ്ക് യു, പ്ലീസ് ഗീവ് ഇറ്റ് എന്ന് പറഞ്ഞു. അയാൾ പോയി, അയാൾ അവിടെ സപ്ലൈ ചെയ്തു. ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്ന് അയാൾ മരിക്കുകയുണ്ടായി. ബട്ട് സ്റ്റിൽ ഐ ഫീൽ ദാറ്റ് വാസ് ദ മൊമെന്റ് ഇൻ ലൈഫ്. വി ആർ ഏബിൾ ടു ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി. അതൊക്കെയാണ് മനസ്സിലെ ഏറ്റവും തട്ടി നിൽക്കുന്ന നിമിഷങ്ങൾ. പലതും മറന്നു പോവുമെങ്കിലും ഇതൊക്കെയല്ലേ നമ്മുടെ ഈ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ ഒത്തു. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടോട്ടലി എൻ്റെ ആ സർക്കുലർ കഴിഞ്ഞ ശേഷമാണ് ടോട്ടലായിട്ട് ഇന്ത്യ മൊട്ടാകെ ഇതേ രീതിയിൽ നോഡൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യും. എന്നെ തന്നെ പിന്നെ നോഡൽ ഓഫീസറായിട്ട് കേരളത്തിലേക്ക് നോഡൽ ഓഫീസറായിട്ട് സപ്ലൈ ചെയ്യും.
വി ആർ ഏബിൾ ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിൽ മുട്ടാവ്. അന്നത്തെ അഡീഷണൽ സെക്രട്ടറി ഒക്കെ രാത്രിയിൽ 11:30 നമ്മളെ വിളിച്ചുണർത്തും. വാട്ട് ഇസ് ദ സ്റ്റാറ്റസ് ഇൻ കേരള? രാത്രി 11:30 വിളിച്ചിട്ടാണ് അവർ സെക്രട്ടറി വിളിക്കുന്നത്. വൈ യു ആർ നോട്ട് ടേക്കിംഗ് ഫോൺ? ഐ എം കോളിംഗ് യു ഫോർ സെവറൽ ടൈംസ്. മാഡം, ഇറ്റ് ഈസ് 10:30 in the night. We were to sleep. No, this time you have to be alive. അവർ തമാശയായിട്ട് പറയും. ദാറ്റ്സ് ഫോർ ദാറ്റ് അനുഭവങ്ങളാണ് ഇതെല്ലാം. പല എക്യുപ്മെന്റ്സ് പല ഓക്സിജൻ പ്ലാന്റിൽ കിട്ടുന്നില്ല. കാരണം ഇത് കണ്ടിന്യൂസ് ഓപ്പറേഷൻസ് ആണ് ഓക്സിജൻ പ്ലാന്റുകളെല്ലാം തന്നെ. അപ്പം ചിലടത്ത് ഇലക്ട്രിസിറ്റി സപ്ലൈ ഇല്ല. ചിലപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിസിറ്റി സപ്ലൈ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ എക്യുപ്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓക്സിജൻ പ്ലാന്റ് വിൽ ടേക്ക് 2 hours. സോ അതൊക്കെ ഭയങ്കര. അപ്പോൾ ഞാൻ KCB ചെയർമാനെ വിളിക്കും. ഒരു മിസ്റ്റർ പിള്ളയായിരുന്നു. അദ്ദേഹമൊക്കെ വളരെ സഹകരിച്ചു ഞങ്ങൾ. I said, see, this is the thing you need to, your engineer should support this. അപ്പോൾ വിത്തിൻ അവേഴ്സ് ഇലക്ട്രിസിറ്റി സപ്ലൈ വരും. കാരണം എയർ സെപ്പറേഷൻ പ്ലാന്റ് വിൽ ടേക്ക് 2 hours ടു റീസ്റ്റാർട്ട്. അപ്പോൾ ഡിലേ ഇൻ ഓക്സിജൻ പ്രൊഡക്ഷൻ വരുമായിരുന്നു. പിന്നെ അത് ഭയങ്കര ഒരു കോർഡിനേറ്റഡ് എഫേർട്ടായിരുന്നു. പലരെയും എനിക്ക് നന്ദി പറയാനുണ്ട്. പലരും എന്നോട് സഹകരിച്ചു. ഇറ്റ് ഹാസ് ബീൻ വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെന്റ്സ് ഇൻ ലൈഫ്, ഐ ആം ടെല്ലിങ്. അതേപോലെ തന്നെ മോനിപ്പള്ളിയിൽ ഉണ്ടായ വാതക ടാങ്കർ ദുരന്തം അതിലും സാധാരണയായിരുന്നു അല്ലേ? അതെന്താ, എങ്ങനെയായിരുന്നു സംഭവം? അതൊരു രസകരമായൊരു കഥയാണ്. ഒരിക്കല് ഞാൻ എൻ്റെ വീട് സ്വദേശം പന്തളമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട്, എൻ്റെ മോള് കൊച്ചുകുട്ടിയാണ്, ഞാനും വൈഫും മോളുമായിട്ട് പന്തളത്തേക്ക് എറണാകുളത്തു നിന്ന് വരുന്ന വഴിക്കാണ്. അപ്പോൾ കോട്ടയത്തെ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു വേണുഗോപാലാണ്. അദ്ദേഹം എന്നെ വിളിക്കണ്ടായി. അപ്പോൾ ഹി സെഡ്, വേണുഗോപാൽ, ദിസ് ഈസ് വൺ ആക്സിഡൻറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ മോനിപ്പള്ളി ഇൻ കോട്ടയം ഡിസ്ട്രിക്ട്. അപ്പോൾ അവിടെ ട്രക്ക് മറിയുകയാണ്, LPG ട്രക്ക്. അപ്പോൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്യണമായിരുന്നു, എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയില്ല, പ്ലീസ് ഹെൽപ്പ് അസ് ടു. സാധാരണ ഇതിൽ പെസ് ഓഫീസേഴ്സ് അങ്ങനെ പോകാറില്ല. ബട്ട് ദേ സെഡ് ഇറ്റ് വാസ് എ വെരി ഹെവി ലീക്കേജ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ലെറ്റ് us see what I can do എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയെ വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് ഞാൻ ഈ വണ്ടിയിൽ തിരിച്ച് ഞാൻ ആ സൈഡിലേക്ക് പോയി. അപ്പോൾ വൺസ് ഇൻ എ വൈലാണ് ലീവൊക്കെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പോവാണ്. അപ്പോൾ മോള് പറയുന്നുണ്ട് എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഐ സെഡ് ഐ വിൽ കം സൂൺ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അത്ര പ്രശ്നമില്ല, അവിടെ ഒന്ന് പോയി നോക്കാം. എന്തായാലും ഇവർ കളക്ടർ വിളിച്ചതാണ്. ലൈസൻസ് ഈസ് ബൈ അസ്, പെസോയുടെ ലൈസൻസ് ആണ് ആ ട്രക്കിനുള്ളത്. സോ ഒരു ആക്സിഡന്റ് റിപ്പോർട്ടഡ്. സോ ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ടു ലുക്ക് ഇൻ ടു ഇറ്റ്. അത് ആസ് എ ലൈസൻസർ, ലൈസൻസ് കൊടുക്കുന്ന പെസോയാണ്. അപ്പോൾ ഞാൻ സൈറ്റിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്, ട്രക്ക് മറിഞ്ഞിരിക്കുന്ന LPG ട്രക്ക് മറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ട്രക്കാണ്. അപ്പോൾ അവർ മറിഞ്ഞിരിക്കുന്നു. ഞാനത് ചെന്നു കഴിഞ്ഞിട്ട് അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആരും വന്നിട്ടില്ല. കമ്പനിയുടെ ഒഫീഷ്യൽസും ഇല്ല, ആരുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഐ ടോക്ക് ടു ദ റിഫൈനറി പീപ്പിൾ. എന്തായിരുന്നു അതിൻ്റെ ഉള്ളിൽ? LPG ആയിരുന്നു. LPGയുടെ ലീക്കാണ്, ഭയങ്കരമായിട്ട് ലീക്ക്. അപ്പോൾ ഫയർഫോഴ്സ് ഉണ്ട്, അത് അവരിങ്ങനെ ഒരു മിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ ഐ ഇൻസ്ട്രക്റ്റഡ് ദ KSEB ടു സ്വിച്ച് ഓഫ് ഓൾ ദി പവർ ലൈൻസ്. ബിക്കോസ് ഈ വേപ്പർ ഇങ്ങനെ വന്നിട്ട് വല്ല സ്പാർക്ക് വന്നാൽ ഇറ്റ് വിൽ കം ബാക്ക് ടു ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ എക്സ്പ്ലോഡ്. അപ്പോൾ അതെല്ലാം കൊടുത്തു, എങ്ങനെ നിന്നു അത്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഈ ടാങ്കറിൽ നിന്ന് വേറൊരു ടാങ്കിലേക്ക് മാറ്റണം. അപ്പോൾ ഐ ടോൾഡ് ദിസ് കമ്പനി പീപ്പിൾ ടു അറേഞ്ച് അനദർ ട്രക്ക്. സോ അത് ടൈം എടുത്തു. രാത്രി 10:30 അപ്പോഴത്തെ ഈ പ്രദേശം മുഴുവൻ വ്യാപിച്ചു. ഇങ്ങനെ വ്യാപനം വരുന്നില്ല, കാരണം ഞങ്ങൾ വാട്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വി ആർ സബ്സൈഡഡ്, വി മെഡ് ഇറ്റ് കോൾ. അപ്പോൾ ഞാൻ റിഫൈനറി വിളിച്ചു പറഞ്ഞു അവരുടെ വണ്ടികളും വന്നു, ഫയർ ഫൈറ്റിംഗ് വെഹിക്കിൾസ്. അപ്പോൾ അതെല്ലാം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വി കോർഡിനേറ്റഡ് ആൻഡ് അറേഞ്ച്ഡ്. കോയമ്പത്തൂരിൽ ഇതിനൊരു പ്രത്യേക ടീമുണ്ട് ഈ വണ്ടികളെ പൊക്കാനും അതിനെ സേവ് ചെയ്യാനായിട്ട്. സോ അവരെ വിളിച്ചു പറഞ്ഞു. അവരും വരാനായിട്ട് ഡിലേ ആയി. ഇപ്പോൾ ഇത് വൈകിട്ട് കണ്ടാണ് 4 മണിക്കാണ് നടന്നത്. ഞാൻ 7 മണിക്കാണ് എത്തുന്നത്. ഒരു 11 മണിയോടുകൂടിയാണ് എല്ലാ ടീമുകളെയും കോർഡിനേറ്റ് ചെയ്യാൻ വന്നുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ഈ ഫയർ ഫോഴ്സിലെ ആരാണ്ട് ഇതിലേക്ക് കറക്റ്റ് അതിലേക്ക് അടിച്ചു. അപ്പോൾ അതിലേക്ക് വരരുത്, ഈ വേപ്പറിലേക്ക് മാത്രമേ അടിക്കാവൂ. അതിലേക്ക് തുറച്ചാൽ അത് അഗ്രവേറ്റ് ചെയ്യും. ആരും അടിച്ചപ്പോൾ കുറച്ചുകൂടെ ഒന്ന് അഗ്രവേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു
പവർ സപ്ലൈ മുഴുവൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു ആ ഏരിയയിൽ. ആ ഗ്രാമം മുഴുവൻ പവർ. അപ്പോഴത്തേക്ക് അവിടുത്തെ വാർഡ് മെമ്പറും എല്ലാവരും വന്ന് സമരമായി എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങളല്ല. അതിനിടയ്ക്ക് കോയമ്പത്തൂർ എന്നുള്ള ടീം വന്നു. അവരിത് വണ്ടി പൊക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. രാത്രി മുഴുവൻ ഈ പ്രവർത്തനം നടന്ന് അതിനിടയ്ക്ക് നമ്മൾ ഈ വേറൊരു വണ്ടിയിലേക്ക് ഇത് മാറ്റിക്കൊണ്ട് നടക്കുക. അതെല്ലാം ചെയ്തു കഴിഞ്ഞ് രാവിലെ നെക്സ്റ്റ് ഡേ രാവിലെയാണ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ അതുവരെ ഞാൻ ഫുഡ് പോലും കഴിക്കുന്നില്ല, നമ്മളവിടെ നിൽക്കുകയാണ്. അത് നിന്ന് പിറ്റേ ദിവസം രാവിലെ 11 അതിനടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റലാണ്. അവരിതെല്ലാം കാണുന്നുണ്ട്. ഇവരെല്ലാം അവർ 10:30-11 മണിയായി കാണും ഇത് കംപ്ലീറ്റ് ആയിട്ട് വാതകം മാറ്റിയത്. വാതകം മാറ്റി ഫൈനലിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സിസ്റ്റേഴ്സ് എല്ലാവരോടും അതിൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു, സാർ ഞങ്ങൾ ഫുഡ് എടുത്ത് വെച്ചിരിക്കുന്നു, സാർ വന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. കാണുന്നുണ്ട്. കാരണം രാത്രി മുഴുവൻ ഫുഡും ഇല്ലാതെ ഒരു ചായയോ എല്ലാം കുടിച്ചിട്ട് നിൽക്കുകയാണ് അവൾ. അപ്പോൾ ഞാൻ ആ സിസ്റ്ററിനോട് അപ്പോൾ ഇത് തിരാറായപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അവരുടെ മെയിൻ സിസ്റ്ററുടെ റൂമിൽ എനിക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഞാൻ അവിടെ നിന്നൊന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഈ നിറച്ച ട്രക്ക് ഡ്രൈവർ ഇല്ലായിരുന്നു, അത് മുന്നോട്ട് പോയെന്ന്. അയ്യോ, അതൊരു വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പം ഞാൻ ചോറും കളഞ്ഞ് ഞാൻ തിരിച്ചു ഓടി വന്നപ്പോഴത്തേന് ഏതോ ഒരു ഡ്രൈവറെ വണ്ടിക്കകത്ത് ചാടി കയറി. പക്ഷേ ഏകദേശം 1.5 കിലോമീറ്ററോളം ഈ ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടി. എൻ്റെ ദൈവാദിനം കണ്ട് പറയാം, ആ വണ്ടി അവിടെ ചെന്ന് ഒഴിവിട്ടില്ല. ആ ഡ്രൈവർ ചാടി കയറി. അയാളത് എങ്ങനെയൊക്കെയോ പിടിച്ച് ബ്രേക്ക് ഇട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തി. ബട്ട് സ്റ്റിൽ ദെൻ അറ്റ് 1.5 അത് ആ ന്യൂസിൽ കാണാം. അപ്പം അത് നടന്നു. അയ്യോ, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് അത് പോവുകയുണ്ടായി. പക്ഷേ അതല്ല, ദൈവം എന്ന് ഒരാൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അവിടെയൊക്കെയാണ്. എന്തോ ഒരു ശക്തി ആ സമയത്ത് അത് എന്നെ രക്ഷപ്പെടുത്തുകയുണ്ടായി. കാരണം ഇത്രയും നമ്മൾ അതിൻ്റെ സഹകരിച്ച് അതെല്ലാം നിന്നിട്ട് കൂടി അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അങ്ങനെയൊക്കെ പലയിടത്തും നമ്മൾ പറയുമോ. ഇതെങ്ങനെ ഇതിനകത്തുനിന്ന് വേറെ ട്രക്കിലേക്ക് മാറ്റുന്നത്? അത് പമ്പ് ഉപയോഗിച്ച് മാറ്റും. ഒരു പമ്പ് നമ്മൾ കൊണ്ടുവരും. ആ പമ്പ് ഉപയോഗിച്ച് ആദ്യം കുറേയൊക്കെ ഗ്രാവിറ്റി ഫ്ലോയിൽ വരും. അത് കഴിഞ്ഞിട്ട് അതിനെ മുഴുവൻ ഡീകാൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്ലെയിം പ്രൂഫ് പമ്പുകൾ ഉപയോഗിക്കും. അത് മറ്റേ ടാങ്കിലേക്ക് നിറച്ച് കഴിയും. സാധാരണ ഇത് നിറച്ച് കഴിയുമ്പോൾ വീടിന് വീൽ ചോക്കൊക്കെ വെക്കുന്നതാണ്. എനിക്കറിയില്ല, ഇത് നിറഞ്ഞു കഴിഞ്ഞു എന്നുള്ളൊരു തരത്തിൽ വീൽ ചോക്കൊക്കെ റിമൂവ് ചെയ്ത് ഈ വണ്ടി അങ്ങനെ നിർത്തിക്കാണ് ഡ്രൈവർ. അയാൾ ഉടൻ തന്നെ ചാടി കയറി. അയാൾ കുറച്ച് ഓടിയിട്ട് അയാൾ ചാടി കയറി എന്തായാലും സ്റ്റോപ്പ് ചെയ്യുകയുണ്ടായി. പക്ഷെ അതൊരു ഒരിക്കലും വ്യത്യസ്ത പത്രങ്ങളിൽ മുഴുവൻ അതുണ്ടായിരുന്നു ന്യൂസ്. വണ്ടി ഇല്ലാതെ ഓടി എന്നൊക്കെ പറഞ്ഞിട്ട്, ഡ്രൈവർ ഇല്ലാതെ ഓടി എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഓരോ ജീവിതത്തിലെ പല കഥകൾ ഇങ്ങനെ ഉണ്ട്. അതുപോലെ പലതും എക്സ്പ്ലോസീവ് ഡിസ്ട്രക്ഷൻ സമയത്തൊക്കെ ഈ കൊറിയയിലെ മൈൻസിലേക്ക് ഡിസ്ട്രക്ഷൻ സമയത്തൊക്കെ ഭയങ്കരമായ അപകടങ്ങളായിട്ടുള്ള പലതും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ മറക്കാനാവാത്ത പല അനുഭവങ്ങളും ഉണ്ട്. അതൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരി ഈ ക്വാറിയിൽ ലൈസൻസ് കൊടുക്കുന്നതേ ഇല്ലീഗൽ ക്വാറീസ് ഉണ്ടാവൂലേ, അവിടെ അവരെങ്ങനെയാ ഇത് പൊട്ടിക്കുന്നേ? ക്വാറി തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള ക്വാറികളില്ലേ? പിന്നെ കാണുമായിരിക്കും പലതും കൊണ്ട്. അപ്പൊ അതിനുള്ള വെടിമരുന്ന് അവരെവിടുന്ന സംഘടിപ്പിക്കുക? അത് ഈ നടക്കുന്ന ലൈസൻസ് ഉള്ള ക്വാറികളിൽ നിന്ന് അവർ ട്രാൻസ്ഫർ ചെയ്തായിരിക്കും ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അനധികൃതമായിട്ട് അവർ പ്രൊക്യൂർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ കേരളത്തില് പോലീസ് ഈസ് വെരി സ്ട്രിക്റ്റ്. അത് അനധികൃതമായിട്ട് ഒരു ക്വാറിയും കേരളത്തിലില്ല. മറ്റ് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ടായിരിക്കും. ബട്ട് കേരള പോലീസ് ആൻഡ് ദി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇസ് വെരി സ്ട്രിക്റ്റ് ഇൻ ദാറ്റ് വൺ. അത് അനധികൃതമായിട്ട് അപകടങ്ങളൊന്നും ഉണ്ടാവാറില്ല. കേരളത്തിൽ വളരെ അപൂർവമാണ് അപകടങ്ങളുണ്ട്. കേരള ഈസ് വെരി സ്ട്രിക്റ്റ്. വെടിക്കെട്ടാണ് കേരളത്തിലെ അപകടം. സർ, എങ്ങനെയാണ് പെസോയിലേക്ക് എത്തിപ്പെടുന്നതും കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്നതൊക്കെ എങ്ങനെയാണ്? കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ സിവിലാണ് അപ്ലൈ ചെയ്തത്. എനിക്ക് കിട്ടിയില്ല. സിവിലിന് പോകാനായിരുന്നു ആഗ്രഹം. ഫസ്റ്റ് ചോയ്സ് സിവിലായിരുന്നു. സെക്കൻഡ് ചോയ്സ് കെമിക്കൽ ആയതിന്റെ കാരണം എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അദ്ദേഹം അരാംകോയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സൗദിയില്. അപ്പോൾ അതൊരു അദ്ദേഹം നല്ല ജോലിയിലാണല്ലോ. അപ്പൊ നമുക്ക് അതിലേക്ക് എങ്ങനെ കെമിക്കൽ പോയാൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് സെക്കൻഡ് ചോയ്സ് ആയിട്ടാണ് കെമിക്കൽ കിട്ടിയത്. അതാണ് സെക്കൻഡ് ചോയ്സാ കിട്ടിയത്. അന്ന് സിവിൽ എഞ്ചിനീയേഴ്സിനായിരുന്നു ഏറ്റവും കൂടുതൽ ജോബ് സ്കോപ്പ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. പക്ഷെ അത് സിവിൽ ഇത് കിട്ടിയോണ്ട്
I didn't feel bad about it. ഓക്കെ. കെമിസ്ട്രി സയൻസിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര രസമുള്ള ആ ഒരു subject. പരിപാടിയല്ലേ? അത് സ്കൂളിൽ സമയത്തൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടോ കെമിസ്ട്രി? അതോ ഇതിലേക്ക് വന്നതിന് ശേഷമാണോ? ഇതിലേക്ക് വന്ന ശേഷമാണ് അതിലേക്കൊരു ഒരു ചോയ്സ് കിട്ടിയത്, അതുകൊണ്ടാണ് ജോയിൻ ചെയ്തു. അതല്ല സിവിൽ കിട്ടിയത് ചിലപ്പോൾ സിവിൽ എഞ്ചിനീയർ ആയിട്ട് പോയത്. അത് കിട്ടാത്തത് കൊണ്ട് കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വന്നു. അത് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികാനുള്ള ഒരു വഴിത്തിരിവായിട്ട് കണ്ടു. വൺ ഫൈറ്റ് ഇസ് ഗുഡ്. ചലഞ്ചിങ് ജോബായിരുന്നു. എനിക്ക് യങ്സ്റ്റേഴ്സിനോടൊക്കെ പറയാനുള്ളത്, നമ്മൾ ഏത് ജോലി ചെയ്താലും അത് എൻജോയ് ചെയ്ത് ചെയ്യും. ദാറ്റ് ജോബ് ഷുഡ് ബി എൻജോയ്. അതല്ലെങ്കിൽ അതിന് താങ്കളുടെ പ്രൊഫഷൻ പത്രപ്രവർത്തനമാണ്. അപ്പോൾ ആ പത്രപ്രവർത്തനത്തിന് അതിൻ്റെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുക, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മരട് പൊളിച്ചപ്പോഴൊക്കെ ആദ്യമായിട്ട് അത് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ പഠിച്ചു ഞങ്ങൾ. അതിലൊരു എൻ്റെ ഒരു ആർട്ടിക്കിൾ, സയന്റിഫിക് ആർട്ടിക്കിൾ വാസ് പബ്ലിഷ്ഡ് ഇൻ അത് കഴിഞ്ഞിട്ട്. അതിൽ ഓരോ ഫ്ലാറ്റിൽ ഉപയോഗിച്ച കെമിക്കൽ എക്സ്പ്ലോസീവ്സിന്റെ എല്ലാം എനിക്ക് മനപ്പാടമായിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി സ്റ്റഡി ചെയ്തു. അപ്പോൾ ദാറ്റ് ഇസ് ദ പാഷൻ. നമ്മൾ റെഗുലറായിട്ട് പഠിക്കണം. ഇപ്പോൾ റിഫൈനറിയിൽ ഇൻസ്പെക്ഷന് പോവുകയാണെങ്കിൽ 7 ദിവസമാണ് ഞാൻ പോവുക. 7 days കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് 12 മണി വരെ നിൽക്കും. അപ്പോൾ ഞാനൊക്കെ റെഗുലേറ്ററായിട്ട് ഇൻസ്പെക്ഷന് പോകുമ്പോൾ അവർ റിയലി ദേ ആർ terrified in the sense that this man will go only at 12 o'clock in the night. Because ആ ദിവസത്തെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ അതിൻ്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഉണ്ടാക്കും. അപ്പോൾ 11 o'clock 12 o'clock I am leaving. So they have to be there now to support me in that sense. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ that should be a passion should be there to work on that one. നമ്മളൊരു വർക്ക് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ that should be done with so much of sincerity and dedication. ഈ സാധനങ്ങളെ കാണുന്ന, ഇപ്പൊ ഒരു കെമിസ്ട്രി പഠിച്ച് അതിനകത്ത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാള് സംഗതികളെ കാണുന്നത്, ഓരോ പദാർത്ഥങ്ങളെയും കാണുന്നത് എങ്ങനെയായിരിക്കും? മുമ്പ് നമ്മൾ കണ്ടിരുന്ന മാതിരി ആയിരിക്കും? ഇപ്പൊ പഞ്ചസാര നമ്മളിപ്പോ കണ്ട മധുരം എന്നാണല്ലോ ഓർക്കുന്നത്. ഒരു കെമിസ്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഈ പദാർത്ഥങ്ങളെ സമീപിക്കുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ ആദ്യം ആലോചിക്കുന്ന അതിന്റെ ദൂഷ്യഫലങ്ങളായിരിക്കും. ഹൗ ദാറ്റ് വിൽ ബി, that whether it is an explosive, whether it is harmful, toxic ആണോ, അത് കപ്പാസിറ്റി ടു ഇൻജുർ എ പേഴ്സൺ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സാധനം വെദർ ഇറ്റ് ഈസ് എക്സ്പ്ലോസീവ് ആണോ ടോക്സിക് ആണോ എന്നുള്ളതായിരിക്കും നോക്കുക. അപ്പം ഞങ്ങൾക്കൊരു പുതിയൊരു ആപ്ലിക്കേഷൻ, ഒരു പുതിയൊരു പ്രൊഡക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ അവർ വരികയാണെങ്കിൽ ആദ്യം ഞങ്ങൾ അതിൻ്റെ മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റാ ഷീറ്റ് നോക്കും. ആ സേഫ്റ്റി ഡേറ്റാ ഷീറ്റ്സിൽ നോക്കിയിട്ട് ആ രാസപദാർത്ഥത്തിന് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ദൂഷ്യഫലങ്ങളുണ്ടോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്നുള്ളതായിരിക്കും ഞങ്ങൾ നോക്കുക. അതുണ്ടെങ്കിൽ മാത്രം, എങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡീസ് റെഫർ ചെയ്യും, റിസർച്ച് ചെയ്യും. അതിന് ശേഷമായിരിക്കും കമ്പനിക്കാരോട് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യാൻ പറയും. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുസരിച്ച് അതിന് ലൈസൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ ക്രിട്ടിക്കലായിട്ട് നോക്കുന്നത്.